ഇന്ന് വൈകിട്ട് അത്താഴത്തിന് കഴിക്കാനായിട്ട് ഞാൻ നല്ല അടിപൊളി ചേമ്പ് പുഴുങ്ങിയതും നല്ല നാടൻ മത്തിക്കറിയുമാണ്. അപ്പൊ അമ്മ ചേമ്പൊക്കെ വൃത്തിയാക്കി എടുക്കുന്ന നേരം കൊണ്ട് ഞാൻ മത്തിയൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ മത്തിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും എല്ലാം കൂടെ അങ്ങ് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ മീൻകറി വെക്കുന്ന സമയത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഞാൻ ചതച്ചാണ് കേട്ടോ ചേർക്കാറുള്ളത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ചേമ്പൊക്കെ നല്ല രീതിയിൽ കഴുകി അങ്ങ് എടുക്കുവാണ്. പിന്നെ ചേമ്പിന് വേകാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അത് വേകാനായിട്ട് ഗ്യാസിലോട്ട് അങ്ങ് വെച്ചു. കൂടെ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേ. അപ്പൊ ഇന്നത്തെ മീൻകറി കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് നമ്മുടെ കുട്ടി ഷെഫാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. മീൻകറി വെക്കാൻ തുടങ്ങിയപ്പോഴേ അമ്മ ഞാൻ മീൻകറി വെക്കാമെന്നും പറഞ്ഞ് ഓടി വന്നതാണ് കേട്ടോ കക്ഷി. കറി വെക്കുന്നത് വിശദമായിട്ട് കാണാനായിട്ട് കസേര ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പുള്ളി ഇവിടെ നിൽക്കുന്നത്. എണ്ണ തെറിക്കും പാത്രത്തിൽ തുടരുതെന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അടുത്ത് നിപ്പുണ്ടായി ഞാൻ. അങ്ങനത്തെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് വെള്ളം ഒഴിച്ചപ്പോൾ എന്താ പകുതി വെള്ളം അങ്ങ് പുറത്തു പോയേ. കുട്ടി ഷെഫ് കുറച്ചൊന്ന് പേടിച്ചെങ്കിലും അതിലൊന്നും അവൻ തളർന്നില്ല കേട്ടോ. കുടംപുളി ഉപ്പും ഒക്കെ അവൻ തന്നെയാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ മീൻകറി വേകാനായിട്ട് വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ചേമ്പൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി നല്ല ചൂട് ചേമ്പും അതിന്റെ കൂടെ നല്ല നാടൻ മത്തിക്കറിയും കൂടെ കൂട്ടി അങ്ങ് കഴിക്കാൻ പോവാണേ. ഇതുപോലുള്ള നല്ല നാടൻ വിഭവങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരെ താഴെ കമന്റ് ചെയ്യണേ.